തൃശൂർ കോർപ്പറേഷനെതിരെ യുവ വ്യവസായി രംഗത്ത് വന്നു. സ്വരാജ് റൗണ്ടിലെ ബിനി ഹെറിറ്റേജ് നടത്തിപ്പ് ലൈസൻസ് പുതുക്കാതെ ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ടൂറിസം ഏറ്റെടുത്ത് 10 കോടി രൂപ മുടക്കി നവീകരണം നടത്തിയെന്നും വ്യവസായി PS ജനീഷ് പറഞ്ഞു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് ലെറ്റർ തന്നിട്ടുള്ളത്, സെക്രട്ടറി പോലും അല്ല. അത് സെക്രട്ടറി പറഞ്ഞതും ഞാൻ ഡെപ്യൂട്ടി മേയറെ കണ്ടപ്പോഴും പറഞ്ഞത് ഞങ്ങളിത് കണ്ടിട്ടില്ല, ഇങ്ങനൊരു ഞങ്ങൾക്കൊരു മറുപടി തന്നതായിട്ട് അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. ഇത്രയും കോടി രൂപ ചിലവാക്കിയിട്ട് 10 വർഷത്തേക്ക് ലീസിലെടുത്ത ബിൽഡിങ്ങിന് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ല, അത്രയും ഇതാക്കിയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ഇപ്പോഴും ചില ബാഹ്യ ശക്തികൾ പുറത്തുനിന്ന് ഇടപെടുന്നുണ്ട്. സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇനി എന്ത് തർക്കമാണുള്ളത്, ആർക്കാണ് തർക്കമുള്ളത്? ആരോടും ഞങ്ങൾക്ക് വാശികളില്ല, വൈരാഗ്യങ്ങളില്ല, എതിർപ്പുകളില്ല. പക്ഷേ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഞങ്ങളെ ഉപദ്രവിക്കരുത്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, ബിനി ടൂറിസ്റ്റ് ഹോമിന് എന്താ സംഭവിച്ചത് ശരിക്കും? തൃശ്ശൂരിന്റെ ഒരു മുഖച്ഛായയായി നിൽക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ഈ ബിനി ടൂറിസ്റ്റ് ഹോം. അത് 2023 ഈ ടെൻഡർ പ്രകാരം ഈ കൈമാറുന്നത്, PS ജനീഷിന് കൈമാറുന്നത്. പിന്നീട് അദ്ദേഹം 10 കോടി രൂപ മുടക്കി ഇത് നവീകരിക്കുകയും ചെയ്തു. ഏകദേശം 1 വർഷം മുമ്പാണ് ഈ ടൂറിസ്റ്റ് ഹോം ഹെറിറ്റേജ് ആക്കുകയും പിന്നീട് ഈ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഈ ലൈസൻസ് പുതുക്കേണ്ട സമയം വന്നപ്പോൾ കോർപ്പറേഷൻ ഇത് പുതുക്കി കൊടുക്കുന്നില്ല. അതിൽ ഉദ്യോഗസ്ഥരാണ് ഇതിന് വിലങ്ങുതടി ഇടുന്നതെന്നുള്ളതാണ് ജനീഷ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥലം ഔദ്യോഗികമായി തന്നെ ജനീഷിന് കൈമാറേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത ഉദ്യോഗസ്ഥർ അതായത് ഇത് പൂർത്തീകരിക്കാൻ തയ്യാറാകുന്നില്ല. മറുവശത്ത് ഇത് കൈമാറാത്തത് കൊണ്ട് തന്നെ ലൈസൻസ് അനുവദിക്കാൻ കഴിയില്ല എന്ന വിചിത്രവാദമാണ് ഇവർ ഉയർത്തുന്നത്. അതിന് പിന്നാലെ ഇതിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നതിനുള്ള നീക്കമൊക്കെ ഒരു ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇവർ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് പ്രവർത്തനാനുമതി നേടിയെടുക്കും. ഇപ്പോൾ താൽക്കാലികമായി ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ 10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്, നിക്ഷേപം നടത്തിക്കൊണ്ടാണ് ഈ ബിനി ഹെറിറ്റേജ് ആക്കി അത് മാറ്റുകയും ഒക്കെ ചെയ്തത്. തൃശ്ശൂരിന്റെ മുഖച്ഛായ നിന്ന സ്ഥാപനം അത് ഒരു അബ്കാരിയിൽ നിന്നാണ് കോർപ്പറേഷൻ ടെൻഡർ നടത്തിക്കൊണ്ട് ഇവർക്ക് കൈമാറുന്നത്. പക്ഷേ ഇത്രയും വലിയ ഒരു തുക അവിടെ നിക്ഷേപം നടത്തിയതിനു ശേഷം പക്ഷേ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം ഈ തുക തന്നെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യവസായി ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു തരത്തിലും ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് ഇവർ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവർക്ക് ആശ്വാസമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ ലൈസൻസ് പുതുക്കി നൽകാനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് നിലവിൽ ഈ വ്യവസായി ആവശ്യപ്പെടുന്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.